ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ ബയോഗ്യാസിൽ നിന്നുള്ള ഗ്യാസിൻ്റെ അവൈലബിലിറ്റിനെ പറ്റിയാണ് കേട്ടോ. ഒരു സിംഗിൾ ബർണർ സ്റ്റൗ ആണ് കേട്ടോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിരിക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ്. സ്റ്റൗ ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ഓസ് വെച്ചിട്ടാണ് ബയോഗ്യാസിൻ്റെ സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ ആദ്യമായിട്ട് എടുക്കുകയാണ്. ഒരു പാത്രം കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. നോക്കൂ, അതിൻ്റെ ഫ്ലെയിം നോക്കൂ. സാധാരണ ഗ്യാസിൽ നിന്ന് വരുന്ന ഫ്ലെയിം പോലെ തന്നെ അത്യാവശ്യം നല്ല ഫ്ലെയിം തന്നെ കിട്ടുന്നുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബയോഗ്യാസിന് ഫ്ലെയിം കുറവാണെന്ന്. പക്ഷേ ഇത് നോക്കൂ, നല്ല ഫ്ലെയിം കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. ചായയും തിളച്ചു. അടുത്തതായിട്ട് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്തിരി കട്ടിയുള്ള ദോശത്തവ ആയതുകൊണ്ട് അത്യാവശ്യം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ചൂടാവാൻ വേണ്ടിയിട്ട്. ദോശ ഒരു 3 ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടോ. ഇത് ചെറിയ ദോശയാണ് ഉണ്ടാക്കിയത്, പക്ഷേ ഇത് വലുപ്പം കൂട്ടി ഉണ്ടാക്കാമായിരുന്നു. ഈ തണുത്ത കാലാവസ്ഥയിൽ വെള്ളം കുടിക്കുമ്പോഴൊക്കെ എപ്പോഴും വെള്ളത്തിനൊരു ചെറിയ ചൂട് വേണം. അപ്പോൾ എപ്പോഴും അത് ചൂടാക്കാൻ വേണ്ടി LPG ഗ്യാസോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യുകയാണ്. അതേസമയം ഇങ്ങനെ ഒരു ബയോഗ്യാസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വെള്ളം ചൂടാക്കേണ്ട സമയത്ത് ഗ്യാസ് ഉണ്ടാവാറുണ്ട്. ഗ്യാസ് ഉള്ള സമയത്ത് നമ്മൾ അതിൽ തന്നെയാണ് വെക്കുന്നത്. വെള്ളം ചൂടായി കിട്ടും. അതുപോലെ ഒരു കലം വെള്ളം നമുക്ക് ഡെയിലി തിളപ്പിക്കാൻ പറ്റും കുടിക്കാനുള്ളത്. പിന്നെ നമുക്ക് ചൂടുവെള്ളം കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കണമെങ്കിൽ ഗീസറൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും ഇത് യൂസ്ഫുള്ളാണ്. അത്യാവശ്യം ഗ്യാസ് നമുക്ക് കിട്ടാറുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിൽ കിച്ചൺ വേസ്റ്റ് മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത് ബയോഗ്യാസ് ആണ്. കൂടാതെ LPG ഗ്യാസിൻ്റെ ഉപയോഗം നല്ലൊരു ശതമാനം സേവ് ചെയ്യാനും ഇതുകൊണ്ട് പറ്റുന്നുണ്ട്.